നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി വ്യവസായ വകുപ്പിന്റെ കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാപ്പി കൃഷി പ്രോത്സാഹനത്തിനായി 150 കോടി. കൽപ്പറ്റ ഓങ്കാരനാഥൻ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന് 36 കോടിയുടെ പ്രവൃത്തി ഉദ്ഘാടനം. ബാണാസുര ഡാമിൽ തൊഴിലാളികൾ പണിമുടക്കിൽ. പണിമുടക്ക് ഡാമിലെത്തിയ സഞ്ചാരികളെ വലച്ചു. പണിമുടക്കിയത് ഡാം ഓഫീസറുടെ നിലപാടിൽ പ്രതിഷേധിച്ചെന്ന തൊഴിലാളികൾ. വരൾച്ച കനത്തതോടെ കുടിവെള്ള വിതരണത്തിനായി ബാണാസുര ഡാം തുറന്നു. സർക്കാരിന്റെയും DFOയുടെയും ജലദ്രോഹ നടപടികളിലും ബെന്നി കൈനിക്കലിനെതിരെ കേസെടുത്തതിലും പ്രതിഷേധിച്ച് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് നൂൽപ്പുഴ UDF പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി. കാട്ടിക്കുളം കരിമം കോളനിയിലെ ATS ഭവന പദ്ധതി വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്ന് കോളനിവാസികളുടെ ആക്ഷേപം. മാനന്തവാടി കല്യാട്ടുകുന്നിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നോക്കുകുത്തി. 1,28 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കണമെന്ന് നാട്ടുകാർ. അറക്കൽ കുടുംബത്തിന്റെ കൈത്താങ്ങിൽ മംഗല്യ ഭാഗ്യമണിഞ്ഞ് 7 യുവതി യുവാക്കൾ. അറക്കൽ കുടുംബത്തിന്റെ പ്രവൃത്തി മാതൃകയെന്ന് IC ബാലകൃഷ്ണൻ MLA. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിലെ കാപ്പി കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പ് സ്ഥാപിക്കുന്ന കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കിന്റെ ഉദ്ഘാടനം വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. കൽപ്പറ്റ വിജയപമ്പ് പരിസരത്ത് നടന്ന പരിപാടിയിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ, വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ജില്ലാ കളക്ടർ AR അജയ്കുമാർ, നഗരസഭാ ചെയർപേഴ്സൺ സനിത ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ജില്ലയിൽ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കിന് തുടക്കം കുറിക്കുന്നത്. ജില്ലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി മലബാർ കാപ്പി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്തും. കാപ്പി കൃഷി പ്രോത്സാഹനത്തിനായി 150 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. കോഫി ബോർഡ് സംഭരിക്കുന്നില്ലെങ്കിൽ പുറത്തു വിൽക്കാൻ പാടില്ല. കോഫി നിയമപരമായിട്ടൊരു നിരോധനമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് വയനാട്ടിലെ കൃഷിക്കാർ പ്രക്ഷോഭം നടത്തിയത്. അതിനെ തുടർന്ന് പുറത്ത് വിൽക്കാനുള്ള അവകാശം അവർ നേടിയെടുത്തു. പിന്നെ കോഫിക്ക് മാർക്കറ്റ് അംഗീകരിച്ചു. കൃഷിക്കാർ ദരിദ്രരായി. ആഗോളവൽക്കരണ നയം കാഫിയുടെ തകർച്ചക്കിടയാക്കി. ഇവിടെ ഉൽപ്പാദിപ്പിച്ച കോഫി വാങ്ങാൻ ആളില്ലാതായി, സംഭരണമില്ലാതായി. അങ്ങനെ വന്നപ്പോൾ കോഫി ചെടിയൊക്കെ മുറിച്ച് തള്ളാൻ തുടങ്ങി. അങ്ങനെ വയനാട് കോഫിയുടെ നാട്, കോഫി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിയായി തീർന്നു. ഇത് ഞങ്ങളുടെ നിരീക്ഷണത്തിലുള്ളൊരു വിഷയമാണ്. ഈ കൃഷിക്കാരെ എങ്ങനെ സഹായിക്കും? കോഫി കൃഷിക്കാരെ എങ്ങനെ സഹായിക്കണം? അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നിരീക്ഷിച്ചത്. CK ഓങ്കാരനാഥൻ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വ്യവസായ കായിക യുവജനകാര്യ മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. കിഫ്ബി മുഖേന കായിക യുവജനകാര്യ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൽപ്പറ്റ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് 36.87 കോടി ചെലവഴിച്ച് ദേശീയ നിലവാരത്തിലുള്ള മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 36.87 കോടി രൂപ ചിലവഴിച്ചാണ് ദേശീയ നിലവാരത്തിലുള്ള മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 5 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൽ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ്, ഗാലറി, VIP ലോഞ്ച്, ഗസ്റ്റ് റൂം, ഓഫീസ് റൂം, മെഡിക്കൽ റൂം, കളിക്കാർക്കുള്ള മുറികൾ, കായിക ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുള്ള മുറികൾ, കഫറ്റേരിയ, ടോയ്ലറ്റ് എന്നിവയുണ്ടാകും. കൂടാതെ നീന്തൽക്കുളം, പരിശീലനക്കുളം, ഓഫീസ് ബ്ലോക്ക്, മഴവെള്ള സംഭരണി തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കും. 3 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ കോർട്ടുകൾ, ടേബിൾ ടെന്നീസ്, ജൂഡോ, ടൈക്കാൻഡോ, റെസ്ലിംഗ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും സ്റ്റേഡിയത്തിലുണ്ടാകും. കിറ്റ്കോ ലിമിറ്റഡാണ് സ്റ്റേഡിയം കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിലും കൽപ്പറ്റ നഗരസഭയും തമ്മിലുള്ള MOUവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം. ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സൺ സനിത ജഗദീഷ്, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ തമ്പി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ R. രാധാകൃഷ്ണൻ, സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് M. മധു തുടങ്ങിയവർ സംസാരിച്ചു. കായിക രംഗത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ
ഒരു ഗവൺമെന്റ് ഒരു വർഷത്തിൽ 100 കോടിക്കപ്പുറം കാശ് കൊടുത്തിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ ഗവൺമെന്റ് 700 കോടി രൂപ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം അനുവദിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ സ്റ്റേഡിയങ്ങൾ, സിന്തറ്റിക് ട്രാക്ക്, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, 54 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം കഴിയുന്നതോടുകൂടി കേരളം മുഴുവൻ കളിക്കളങ്ങളും കൊണ്ട് നിറഞ്ഞു വരും. ഇനിയും എവിടെയൊക്കെ സാധ്യതയുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, യുവതികൾക്ക് കളിച്ച് പഠിച്ച് വളരാനുള്ള സാഹചര്യമാണ് ഈ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോകുന്നത്. വയനാട് വിഷൻ, കൽപ്പറ്റ. ബാണാസുര ഡാമിൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ഡാം സ്പെഷ്യൽ ഓഫീസറുടെ സ്വജനപക്ഷ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കുന്നത്. തൊഴിലാളികളുടെ പണിമുടക്ക് ഡാമിലെത്തിയ വിനോദസഞ്ചാരികളെ വലച്ചു. എന്നാൽ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഡാം അധികൃതർ വ്യക്തമാക്കിയത്. ബാണാസുര സാഗർ ഡാമിന്റെ സ്പെഷ്യൽ ഓഫീസറായ ബോസിലാൽ തൊഴിലാളികളോട് സ്വജനപക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത്. മാനേജ്മെന്റ് സ്റ്റാഫിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്പെഷ്യൽ ഓഫീസറിന്റെ അജ്ഞാത വ്യക്തികൾ ബദൽ ഭരണം നടത്തുകയാണെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഐഡൽ ടൂറിസം തൊഴിലാളികൾ ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. ഈ പണിമുടക്കിന് പോകാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10-ലധികം വർഷമായിട്ട് സ്പെഷ്യൽ ഓഫീസറായി യാതൊരു മാറ്റമില്ലാതെ തുടരുന്ന ശ്രീ ബോസലാൽ സാർ എന്ന സാറിന്റെ ചില തെറ്റായ നടപടികൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യേണ്ടി വരുന്നത്. ഈ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ടായിട്ടും ആ മാനേജ്മെന്റ് സ്റ്റാഫിനെ ഒന്നും തന്നെ പരിഗണിക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു 2-3 ആളുകൾ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആരോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ഭരണമായിട്ടാണ് സ്പെഷ്യൽ ഓഫീസർ മുന്നോട്ട് പോകുന്നത്. ബോസിലാലിന് പ്രത്യേക താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രം ബോണസ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് തന്നെ തടസ്സമായി നിൽക്കുന്ന ബോസിലാലിനെ ഈ സ്ഥാപനത്തിൽ നിന്നും മാറ്റുന്നതുവരെ സമരം തുടരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. എന്നാൽ തൊഴിലാളികളോട് വിവേചനം കാണിച്ചിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഡാം അധികൃതർ പറയുന്നത്. തൊഴിലാളികളോട് വിവേചനം കാണിച്ചു എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. കാരണം ഇതിനു മുമ്പ് 12ഓളം പേർക്ക് ഇവിടുന്ന് അലവൻസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 12ഓളം പേർക്കും അലവൻസ് 41 ജീവനക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ 12ഓളം പേര് ഓൾറെഡി അലവൻസ് മേടിക്കുന്നവരാണ്. കൂടാതെ ഇവർ ഇപ്പോൾ അലവൻസ് കിട്ടിയ 2 പേര് ടെക്നിക്കൽ ജോലി അടക്കം ഉള്ള ജോലി പെർഫോം ചെയ്തിട്ടാണ് ഡയറക്ടർ ഓഫീസിനാണ് സാങ്ഷൻ അയക്കുന്നത്. ഈ സെൻറ്ററിൽ മാത്രമല്ല, മൂന്നാർ സെൻറ്ററിലുണ്ട്, മലബാർ സർക്യൂട്ടിൻ്റെ ഇവിടെ നമ്മുടെ കക്കയം സെൻറ്ററിലും ഇതേ അലവൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും സമരമോ വേറെ ഒരു പരിപാടികളോ ഇല്ല. കാരണം 1-ാം തീയതി 1/3/2019 വൈകുന്നേരം 5 മണിക്ക് നോട്ടീസ് തന്നിട്ട് 2/3/2019 സമരം ചെയ്യുന്ന രീതി സെൻറ്ററിനോടുള്ള ആത്മാർത്ഥതക്കുറവ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കുറേ ക്രമക്കേടുകൾ കണ്ടുപിടിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ സമരം എന്നാണ് ഞാൻ പറയുന്നത്. അത് മാനേജ്മെൻറ്റിനെ വേണ്ട വിധത്തിൽ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റിന് പൂർണ്ണമായിട്ട് അറിയാം. മാനേജ്മെൻറ്റിന് അതിൽ വിശ്വാസമില്ല. മാനേജ്മെൻറ്റ് എന്നെ മാറ്റാൻ ഇവിടുന്ന്. എന്തായാലും ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിനോദസഞ്ചാരികളാണ് രാവിലെ മുതൽ ഡാമിലെത്തിയത്. തൊഴിലാളികളുടെ ഈ പണിമുടക്ക് ഡാമിലെത്തിയ സഞ്ചാരികളെ വലച്ചു. വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. വരൾച്ച കനത്തതോടെ ബാണാസുര ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ ആരംഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് വെള്ളം തുറന്നുവിട്ടത്. തരിയോട് ശുദ്ധജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന വാരാമ്പറ്റ പുഴ വറ്റിയതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഡാം തുറക്കാൻ അധികൃതർ തയ്യാറായത്. കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൗസും സ്ഥിതി ചെയ്യുന്ന മുള്ളങ്കണ്ടിയിലെ തടയണ വറ്റിയ നിലയിലായിരുന്നു. ദിവസം മുഴുവൻ വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ആവശ്യത്തിന് വെള്ളം ഇവിടുന്ന് ലഭിക്കുക. എന്നാൽ വെള്ളം വറ്റിയതോടെ നിലവിൽ 3 മണിക്കൂർ മാത്രമാണ് വെള്ളത്തിന്റെ പമ്പിംഗ്. ഇതോടെ കളക്ടർക്കും ഡാം അധികൃതർക്കും വെള്ളം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് ഡാം തുറക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. നിലവിൽ ദിവസവും 25,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഡാമിൽ നിന്ന് നൽകുക. വരൾച്ചയെ തുടർന്ന് കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഡാം തുറന്നിരുന്നു. കക്കയത്തേക്കുള്ള വിതരണം ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാളും 2.8 മീറ്റർ ജലം കുറവാണ് ഇപ്പോൾ ഡാമിലുള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഡാമിലെ ജലനിരപ്പ് 766.3 മീറ്റർ ആയിരുന്നു. ഇത്തവണ 763.5 മീറ്റർ വെള്ളമാണ് ഉള്ളത്. ഡാമിലെ വെള്ളം വാരാമ്പറ്റ പുഴയിലൂടെ ഒഴുകിയെത്തുന്നതോടെ മുള്ളങ്കണ്ടിയിലെ കുടിവെള്ള പദ്ധതി കൂടുതൽ പ്രവർത്തനക്ഷമമാകും. അതോടെ കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും പഞ്ചായത്തും. ബാണാസുര സാഗർ ഡാം തുറക്കാനിട്ട് ഇവിടെയുള്ള അയൽവാസികൾ വെള്ളം കിട്ടാണ്ട് അലക്കാനും കുളിക്കാനും വെള്ളമില്ലാണ്ട് അലയുകയാണ്. പിന്നെ എന്താ തുറന്നുകൊണ്ട് ഒരു ആശ്വാസമാണ്.
നമുക്ക് ഇനി ഇത് മഴ വരുന്നവരെ നമുക്ക് തുറന്നിട്ടാണ് അഭ്യർത്ഥിക്കും. സിജു, വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. സംസ്ഥാന സർക്കാരിന്റെയും DFOയുടെയും ജനദ്രോഹ നടപടികളിലും വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി രക്ഷാധികാരി ബെന്നി കൈനിക്കലിനെതിരെ വനം വകുപ്പ് കള്ളക്കേസെടുത്തും എന്ന് ആരോപിച്ച UDF നൂൽപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് PP അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. T അവറാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാസു, ഗോപി, സലീം കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള സാജൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ ജനം അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയാണ്. സ്വാഭാവികമായും ഒരു ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രയാസം കേൾക്കാൻ അദ്ദേഹം നിർബന്ധിതനാണ്. കാട് സംരക്ഷിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ഇവിടെ നാടും ജനങ്ങളെയും സംരക്ഷിക്കാനും കൂടെ ബാധ്യസ്ഥനാണ്. കാട്ടിൽ നിന്ന് തൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ മൃഗങ്ങളെ നാട്ടിലിറങ്ങി അവിടെയുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ പോകട്ടെ, ഒരു നല്ല വാക്കെങ്കിലും പറയാൻ ഈ ഉദ്യോഗസ്ഥന് ഒരു ബാധ്യതയും ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടി കല്യോട്ടുകുന്നിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയാവുന്നു. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മുറവിളികൾക്കൊടുവിലാണ് 1 കോടി 28 ലക്ഷം രൂപ ചെലവിൽ പദ്ധതി പൂർത്തിയാക്കിയത്. എന്നാൽ നാളിതുവരെ ഹൗസ് കണക്ഷൻ നൽകാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാനന്തവാടി നഗരസഭാ പരിധിയിലെ കല്യോട്ടുകുന്ന് കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് നാളിതുവരെയായിട്ടും ഒരു ഹൗസ് കണക്ഷൻ പോലും നൽകാതെ അധികൃതർ നിസ്സംഗത പുലർത്തുന്നത്. കുടിവെള്ളക്ഷാമം ഏറെ രൂക്ഷമായ പ്രദേശത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 100ഓളം കുടുംബങ്ങൾ ഉൾപ്പെടെ 500ഓളം കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് ഹൗസ് കണക്ഷൻ, 15ഓളം പൊതു ടാപ്പുകളിൽ വെള്ളമെത്തിക്കൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പ്രദേശവാസിയായ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് 75,000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്ക് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം 2.5 വർഷം മുമ്പ് പൂർത്തീകരിച്ചത്. ചൂട്ടക്കടവിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പുതിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പ്രദേശത്തെ ഒരാൾക്ക് പോലും ഹൗസ് കണക്ഷൻ നൽകുന്നതിനോ അപേക്ഷ സ്വീകരിക്കുന്നതിനോ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരുപാട് വർഷക്കാലമായി, ഏകദേശം ഈ 10-45 വർഷക്കാലമായി ഇവിടെ ജനങ്ങൾ താമസിക്കുന്നു. പണ്ട് 35 സെന്റ് വീതം 39 വീട്ടുകാർക്ക് മിച്ചഭൂമി കിട്ടി താമസം ആരംഭിച്ച കാലം തൊട്ട് അതിൽ നിന്നും ഇപ്പം 300ഓളം വീടുകളായി കല്ലോട്ടുകുന്നിൽ 5 സെന്റും 10 സെന്റുമായി വീടുകളുണ്ട്. പക്ഷേ നമ്മളെ കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയൊരു ആശ്രയം എന്ന് പറഞ്ഞാൽ 2 പഞ്ചായത്ത് കിണറും നിലവിൽ ഇപ്പോൾ ഉള്ള ചൂട്ടക്കടയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന 4 പൊതു ടാപ്പുമാണ്. വേനലായിട്ടുണ്ടെങ്കിൽ 2 പഞ്ചായത്ത് കിണറുകളും മറ്റു വരണം. അതുപോലെ തന്നെ ഈ 2-3 മണിക്കൂറാണ് പമ്പിങ് ഈ പഞ്ചായത്ത് പൊതു ടാപ്പിലുള്ളത്. സാധാരണ രീതിയിൽ ചില സമയങ്ങളിലും ഈ പൈപ്പിൽ വെള്ളം വരാറില്ല. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ശ്രമം കഴിഞ്ഞ UDFൻ്റെ കാലത്ത് ജയലക്ഷ്മിയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ മറന്നു അവരുടെ മുന്നിൽ നമ്മൾ അപേക്ഷകളെയും പോയി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയൊരു പദ്ധതി, കാരണം ശാശ്വത കുടിവെള്ള പരിഹാരം എന്ന രീതിയിലേക്ക് ആ ഒരു ജനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒന്നിച്ചതിൻ്റെ ഫലമാണ് ഇപ്പം 1 കോടി 28 ലക്ഷം രൂപ അന്നത്തെ ഗവൺമെന്റ് അനുവദിച്ചിട്ട് ഞാൻ കുടിവെള്ള പദ്ധതി ഉണ്ടാകും. 2 പൊതു കിണറുകളും 6 പൊതു ടാപ്പുകളുമാണ് പ്രദേശത്തുള്ളത്. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റുകയും പൊതു ടാപ്പുകളിൽ 2 ആഴ്ചയിലധികം വെള്ളം ലഭിക്കാതാവുകയും ചെയ്തതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയിരുന്നു. വർഷങ്ങളായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടും വെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. സ്ഥലം വിട്ടു നൽകിയവർക്കും പമ്പ് ഹൌസിലേക്ക് വഴി വിട്ടു നൽകിയവർക്കുമെല്ലാം സൗജന്യമായി ഹൗസ് കണക്ഷൻ നൽകുമെന്ന് അധികൃതർ അന്ന് വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഒരാൾക്ക് പോലും പ്രവൃത്തി പൂർത്തീകരിച്ച് നാളിതുവരെയായിട്ടും കണക്ഷൻ നൽകുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. അറയ്ക്കൽ കുടുംബത്തിന്റെ കൈത്താങ്ങിൽ മംഗല്യ സൗഭാഗ്യമണിഞ്ഞ് 7 യുവതി-യുവാക്കൾ. മതപുരോഹിതരുടെ സാന്നിധ്യത്തിൽ മാനന്തവാടി അമ്പുകുത്തി സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. പ്രവാസി മലയാളി വ്യവസായി അറയ്ക്കൽ ജോയി മാതാവ് ത്രേസ്യാമ്മ ഉലഹന്നാന്റെ സ്മരണാർത്ഥമാണ് സമൂഹ വിവാഹം നടത്തിയത്.
ജില്ലയിൽ ആദ്യമായിരിക്കും പ്രവാസി മലയാളി കുടുംബം 7 യുവതി യുവാക്കളുടെ മംഗല്യ സൗഭാഗ്യത്തിന് കളമൊരുക്കിയത്. രാവിലെ 9:30 ഹിന്ദു ആചാരപ്രകാരം 2 യുവതി യുവാക്കളുടെ വിവാഹം നടന്നു. ജോയി അറക്കലും സഹോദരൻ ജോണിയും ഇവരുടെ സഹോദരികളും കുടുംബാംഗങ്ങളും ചേർന്ന താലി ചേർത്തൽ ചടങ്ങിന് മംഗല്യവതികൾക്ക് പൂമാലയും ബൊക്കയും നൽകി. തുടർന്ന് ദമ്പതികൾ ജോയിയുടെ കുടുംബത്തിന്റെ അനുഗ്രഹം വാങ്ങി. അതിനുശേഷം സൈൻ ഡയറക്ടർ റഷീദ് ഗസാലി കൂളിവേലിന്റെ നേതൃത്വത്തിൽ 4 മുസ്ലിം യുവതി യുവാക്കളുടെ നിക്കാഹും നടന്നു. ഇതേ വേദിയിൽ ഒരു ക്രിസ്ത്യൻ യുവതിയുടെയും യുവാവിന്റെയും മംഗല്യ സൗഭാഗ്യവും പൂർത്തിയായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായ കൊയിലേരി ഉദയ വായനശാല നടത്തുന്ന ഉദയ ഫുട്ബോളിനോട് അനുബന്ധിച്ചാണ് ജീവകാരുണ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലകളിൽ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി വരുന്ന അറയ്ക്കൽ കുടുംബം ഇത്തരമൊരു സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. ജില്ലാ സ്പെഷ്യൽ ജഡ്ജി പി സൈദലവി, IC ബാലകൃഷ്ണൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ, മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി ടീച്ചർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരുന്നു സമൂഹ വിവാഹം നടന്നത്. ദമ്പതികളുടെ കുടുംബാംഗങ്ങളടക്കം സമൂഹത്തിലെ നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. അറയ്ക്കൽ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹം മാതൃകയെന്ന് IC ബാലകൃഷ്ണൻ MLA. വിവാഹത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജനമനസ്സുകളിൽ ഇടം പിടിച്ച കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ജോണി ചേട്ടൻ, അവരുടെ കുടുംബാംഗങ്ങൾ അത് വളരെ മതസൗഹാർദ്ദപരമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് 7 കുടുംബങ്ങൾക്കാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. ആ കുടുംബം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ വലിയ പ്രതീകമാണ്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം എന്ന് പറയുമ്പോൾ എല്ലാ ആചാരങ്ങളും, മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ മുഹൂർത്തം സാക്ഷി വഹിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, ഹൈസ്തവർ അതിന്റെ ആചാരങ്ങൾക്കൊന്നും ഒരു മുടക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. ചടങ്ങിൽ P ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, ആത്മീയാചാര്യൻ സ്വാമിജി ഡോക്ടർ പുനലൂർ പ്രഭാകരൻ, റാഷിദ് ഗസാലി തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലുള്ളവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച RARS മുൻ മേധാവി ഡോക്ടർ P രാജേന്ദ്രന് കർഷകരും നാട്ടുകാരും സ്നേഹം നിറഞ്ഞ യാത്രയയപ്പ് നൽകി. അമ്പലവയൽ പൗരാവലി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അമ്പലവയൽ യൂണിറ്റ്, RARS സംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. RARS പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് P രാജേന്ദ്രന് യാത്രയയപ്പ് വേദിയായ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ആനയിച്ചത്. RARS പരിസരത്തു നിന്നും വാദ്യമേള അകമ്പടിയോടെയാണ് ഡോക്ടർ P രാജേന്ദ്രന് യാത്രയയപ്പ് വേദിയായ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ആനയിച്ചത്. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവലിയുടെ ഉപഹാരവും പ്രസിഡന്റ് രാജേന്ദ്രന് സമ്മാനിച്ചു. അമ്പലവയൽ ടൗൺ ടീം വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളും AFC ക്ലബിന്റെ ഉപഹാരം ഭാരവാഹി പ്രദീപും അദ്ദേഹത്തിന് കൈമാറി. സംഘാടക സമിതി കൺവീനർ OV വർഗീസ് സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ MU ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ P രാജേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. നമ്മൾ ഈ 6 വർഷത്തിനിടയ്ക്ക് കുറച്ചധികം യാത്രയയപ്പുകൾ കണ്ടു, അതിന് സാക്ഷ്യം വഹിച്ചു. പലപ്പോഴും യാത്രയയപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്കൊക്കെ ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്, വികാരഭരിതരാവാറുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ അന്നിപ്പം ഇനിയും തികഞ്ഞ സമയത്തോടുകൂടി തന്നെ നിങ്ങളോടുള്ള എല്ലാവരോടുള്ള സ്നേഹം, വാത്സല്യമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ നിസ്സംഗനായിട്ട് നിൽക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ 6 വർഷത്തെ എൻ്റെ ഒരുപക്ഷെ ഒരു IPS ക്യാമ്പിലുള്ള വളരെ പരിശീലനമാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയും. 2013 RARS മേധാവിയായ ഡോക്ടർ P രാജേന്ദ്രൻ ചുമതല ഏറ്റെടുത്തത്. RARSൽ കഴിഞ്ഞ 4 വർഷത്തോളമായി നടത്തിയ പൂപ്പലി, പുഷ്പമേള,
ചക്ക മഹോത്സവം, ഓർക്കിഡ് ഫെസ്റ്റ്, ഫാഷൻ ഫ്രൂട്ട് ഫെസ്റ്റ്, കാർഷിക സെമിനാറുകൾ, വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാര പദ്ധതികൾ, നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം തുടങ്ങിയവയുടെ അമരക്കാരനായിരുന്നു രാജേന്ദ്രൻ. കാട് പിടിച്ചു കിടന്നിരുന്ന 250 ഏക്കർ വരുന്ന സ്ഥാപനത്തിന്റെ സ്ഥലം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുകയും 500ഓളം കുടുംബങ്ങൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞതും രാജേന്ദ്രന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സഹജീവനക്കാരുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും കാർഷിക സർവകലാശാല അധികാരികളുടെയും കേന്ദ്ര കേരള സർക്കാരുകളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി ഡോക്ടർ പി രാജേന്ദ്രൻ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമാണ്. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നിരവധി ദേശീയ സംസ്ഥാന അംഗീകാരങ്ങളും രാജേന്ദ്രനെ തേടിയെത്തിയിട്ടുണ്ട്. പല വിവാദങ്ങളും തരംതാഴ്ത്തലുകളും വേട്ടയാടിയപ്പോഴും ഉലയാതെ നിന്ന രാജേന്ദ്രന് ലഭിച്ച ജനകീയ പിന്തുണയുടെ ഉദാഹരണമായിരുന്നു പൗരാവലി അദ്ദേഹത്തിന് നൽകിയ യാത്രയയപ്പ്. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. കാട്ടിക്കുളം കരിമം കോളനിയിലെ ATS ഭവന പദ്ധതി വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പദ്ധതിയെ അട്ടിമറിച്ചെന്നാണ് കോളനിവാസികളുടെ ആക്ഷേപം. 2014 കോളനിയുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽപ്പെടുത്തി 9.5 കോടിയോളം രൂപ അനുവദിച്ചത്. തിരുനെല്ലിയിലെ കരിമം ആദിവാസി കോളനിയിൽ അഡീഷണൽ സപ്ലൈ പദ്ധതി പ്രകാരം പട്ടികവർഗ വകുപ്പ് 2014-15 വർഷത്തിൽ നടപ്പാക്കേണ്ട പദ്ധതിയാണ് വർഷങ്ങളായിട്ടും പൂർത്തീകരിക്കാത്തത്. പദ്ധതി പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നാണ് കോളനിവാസികളുടെ ആക്ഷേപം. റോഡ്, പാലം, വീട് ഉൾപ്പെടെ 9.5 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് മുൻ സർക്കാരിന്റെ കാലത്ത് ഫണ്ട് അനുവദിച്ചത്. 16 കുടുംബങ്ങൾക്കാണ് വീടിനായി എഗ്രിമെന്റ് വച്ചിരുന്നത്. ഭരണം മാറി 2 വർഷം കഴിഞ്ഞിട്ടും വീട് നിർമ്മാണമോ അടിസ്ഥാന സൗകര്യ വികസനമോ നടന്നില്ല. ഞങ്ങൾ പിന്നെ വീട് എന്താ വിള്ളൽ വന്നപ്പോൾ ഞങ്ങൾ ക്യാമ്പ് പോയി കൂടിയതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്തിനും വീടിന് എല്ലാം അപേക്ഷ കൊടുത്തിട്ട് റേഷൻ കാർഡ് ഇതൊക്കെ ബുദ്ധിമുട്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങളൊക്കെ ശരിയാക്കിയെന്ന് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം വീടില്ലാന്ന്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. കോളനിയിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ തൊട്ടടുത്ത വനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഏറെ അത്യാവശ്യമുള്ള ശൗചാലയം പോലും കോളനിയിൽ ഇല്ലെന്നാണ് കോളനിക്കാർ പറയുന്നത്. നിർമ്മാണം നടക്കാത്തത് സംബന്ധിച്ച് 2 തവണ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഇവർ ആക്ഷേപിക്കുന്നു. ഇപ്പോൾ പെണ്ണുങ്ങളെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. പെണ്ണുങ്ങളെയും കുട്ടികളെയും കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ കാര്യം കഷ്ടത്തിലാണ്. ആണുങ്ങളും ബാക്കിയുള്ളവർ പണിക്ക് പോകുന്നവരൊക്കെ കാട്ടിലും പുഴയിലൊക്കെ ബാത്റൂമിലേക്ക് പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു സാഹചര്യം അവർ ചെയ്തു തരുവാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. ഇതുവരെ അങ്ങനെ പാസ്സായ കാര്യമൊന്നും ആരും പറയുന്നില്ല. പാസ്സായതാണ് അവരിപ്പോൾ പറയുന്നുണ്ട്, പാസ്സായിട്ടില്ല, അങ്ങനെയുള്ള പേരില്ല, ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാത്തത്. ഈ പാസ്സായ ഫണ്ടുകൾ ഇവർ എന്താ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പദ്ധതിയുടെ ഭാഗമായി റോഡിന്റെയും പാലത്തിന്റെയും പണി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പ്രളയത്തെ തുടർന്ന് കോളനിയിലെ 4ഓളം വീടുകൾ തകർന്നിരുന്നു. മറ്റുള്ളവ അപകട ഭീഷണിയിലുമാണ്. പ്രളയാനന്തര ധനസഹായങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. സ്വാന്തന പരിചരണ രംഗത്ത് മനുഷ്യസ്നേഹത്തിന്റെ മാതൃക സൃഷ്ടിച്ച് സ്വാന്തന പരിചരണ കുടുംബ സംഗമം നടന്നു. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാന്തന തീരം പരിപാടി വടക്കനാട് ഗവൺമെന്റ് LP സ്കൂളിൽ സബ് കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. നട്ടലിന് ക്ഷതമേറ്റും തളർവാദം പിടിപെട്ടും മാറാരോഗങ്ങൾ ബാധിച്ചും രോഗം ഒരു വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ജീവിത സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ തങ്ങളുടെ വീടുകളിലെ 4 ചുവരുകൾക്കുള്ളിൽ പുറംലോകം കാണാതെ ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രതീക്ഷ നൽകി ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ വിഭാഗം വടക്കനാട് സ്കൂളിൽ വെച്ച സ്വാന്തന പരിചരണ കുടുംബ സംഗമം നടത്തിയത്. സംഗമത്തിൽ 70ഓളം കിടപ്പ് രോഗികളും അവരുടെ ബന്ധുക്കളും പങ്കെടുത്തു. സബ് കളക്ടർ NSK ഉമേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. നൂൽപ്പുഴ പഞ്ചായത്തെ കുറിച്ച് എനിക്ക് പറയാൻ 1-2 കാര്യങ്ങളുണ്ട്. നൂൽപ്പുഴ എന്ന് പറഞ്ഞാൽ കുറേ ആദിവാസികൾ താമസിക്കുന്ന നമ്മുടെ വയനാട്ടിലുള്ള ഒരു പ്രാധാന്യ ഒരു പഞ്ചായത്താണ്. ഇവിടെ നടപ്പിലാക്കുന്ന കുറേ പദ്ധതികൾ വയനാടിനും കേരളത്തിനും ഒരു മാതൃകയാണ്. രോഗികളുടെയും കുടുംബത്തിന്റെയും സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുത്തവർ അവരുടെ വിഷമങ്ങളെല്ലാം മറന്നാണ് ഒരു ദിവസം ഒരുമിച്ച് ചെലവഴിച്ചത്. രോഗികളുടെയും ബന്ധുക്കളുടെയും കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും കഴിഞ്ഞാണ് എല്ലാവരും മടങ്ങിയത്. രോഗികളുടെയും കുടുംബത്തിന്റെയും മാനസിക സാമൂഹിക പ്രശ്നപരിഹാരമാണ് സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശോഭൻകുമാർ പറഞ്ഞു. അത്തരത്തിൽ ശയ്യാവലംബികളായ രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം ഇന്ന് വടക്കനാട് സ്കൂളിൽ വന്ന് അവരെ പൂർണ്ണമായി നമ്മൾ ഫ്രീയാക്കാൻ, അവരുടെ പരിചരണം മൊത്തത്തിൽ നമ്മൾ ആരോഗ്യ വളണ്ടിയർമാരെ ഏറ്റെടുത്തിരിക്കുകയാണ്.
അതിനുവേണ്ടി പ്രദേശത്ത് ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പ്രവർത്തകരുണ്ട്. ഇത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ പകർന്നു നൽകുന്നൊരു സ്നേഹമുണ്ട്, വിലമതിക്കാനാവാത്തൊരു സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഒത്തുചേരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികമായ ഒരു ഉല്ലാസമുണ്ട്. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള വാസനകളെ, സർഗവാസനകളെ കണ്ടെത്തുന്നതിനും അത് അവതരിപ്പിക്കുന്നതിനുള്ളൊരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള വേദികൾ. പാലിയേറ്റീവ് അംഗങ്ങൾക്കൊപ്പം ബത്തേരി വിനായക നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി. വയനാട് വിഷൻ, ബത്തേരി. മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രധാന ഉത്സവ ദിനമായ ഇന്ന് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാരാധന ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ഫെബ്രുവരി 25-നാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ഇന്ന് വൈകിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും താലപ്പൊലി എഴുന്നള്ളത്തും കാഴ്ചത്തട്ട് സ്വീകരിക്കൽ, കരകപ്രദക്ഷിണം എന്നിവയും നടന്നു. മാർച്ച് 4-നാണ് ഉത്സവത്തിന് സമാപനം. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി വ്യവസായ വകുപ്പിന്റെ കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാപ്പി കൃഷി പ്രോത്സാഹനത്തിനായി 150 കോടി. കൽപ്പറ്റ ഓങ്കാരനാഥൻ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന് 36 കോടിയുടെ പ്രവൃത്തി ഉദ്ഘാടനം. ബാണാസുര ഡാമിൽ തൊഴിലാളികൾ പണിമുടക്കിൽ. പണിമുടക്ക് ഡാമിലെത്തിയ സഞ്ചാരികളെ വലച്ചു. പണിമുടക്കിയത് ഡാം ഓഫീസറുടെ നിലപാടിൽ പ്രതിഷേധിച്ചെന്ന തൊഴിലാളികൾ. വരൾച്ച കനത്തതോടെ കുടിവെള്ള വിതരണത്തിനായി ബാണാസുര ഡാം തുറന്നു. സർക്കാരിന്റെയും DFOയുടെയും ജലദ്രോഹ നടപടികളിലും ബെന്നി കൈനിക്കലിനെതിരെ കേസെടുത്തതിലും പ്രതിഷേധിച്ച് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് നൂൽപ്പുഴ UDF പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി. കാട്ടിക്കുളം കരിമം കോളനിയിലെ ATS ഭവന പദ്ധതി വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്ന് കോളനിവാസികളുടെ ആക്ഷേപം. മാനന്തവാടി കല്യാട്ടുകുന്നിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നോക്കുകുത്തി. 1,28 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കണമെന്ന് നാട്ടുകാർ. അറക്കൽ കുടുംബത്തിന്റെ കൈത്താങ്ങിൽ മംഗല്യഭാഗ്യമണിഞ്ഞ് 7 യുവതി യുവാക്കൾ. അറക്കൽ കുടുംബത്തിന്റെ പ്രവൃത്തി മാതൃകയെന്ന് IC ബാലകൃഷ്ണൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.